പിന്നെ കൂടുതലും ചർച്ചയിൽ അറബി പ്രയോഗങ്ങളൊക്കെ കൂടുതൽ വന്നിട്ടുണ്ട്. സമുദായത്തിന് സാലിബ് കുല്ലിയും മൂജബ് ജുസിയും പഠിക്കാൻ ഒരു വിഭാഗം തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതെന്താണ് സംഭവം എന്ന വിഷയം സമൂഹം മറുകക്ഷികൾക്ക് ബോധ്യപ്പെട്ടത് അവർ മുഖത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും. ഇതെന്താ സംഭവം എന്നുള്ളത് ഓൽക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ സമുദായത്തിന് അത് മനസ്സിലാകാൻ അതുവരെ മലയാളത്തിൽ പറഞ്ഞത് അപ്പം അറബിയിൽ പറഞ്ഞു എന്നുള്ളൂ. വലിയ ടെൻഷൻ അടിക്കേണ്ട വലിയൊരു സംഭവമാണെന്ന് തോന്നേണ്ടതില്ല. അതുവരെ മലയാളത്തിൽ പറഞ്ഞത് ഷോർട്ടായിട്ട് അറബി വേർഡുകൾ ഉപയോഗിച്ചു. അത് മന്തിഖിൻ്റെ ചില ഇസ്തിലാഹുകൾ പ്രയോഗിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ടും ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതൊക്കെ സംസാരിക്കാം. ഗ്രന്ഥങ്ങൾ നിരത്തി നമുക്കതൊക്കെ പറയാം ശാന്തമായി. അതിന് നല്ല മനസ്സോടെ നിങ്ങൾ ഇറങ്ങി എല്ലാം മനസ്സിലാക്കണം. നിങ്ങളിങ്ങനെ തെറി പറഞ്ഞു മാത്രം പഠിക്കരുത്. ആഖിറമുണ്ടെന്ന് വിശ്വസിക്കണം. അവിടുത്തെ തിരുശഫാഅത്ത് അല്ലാഹു നമുക്ക് തരട്ടെ. ഈ സാലിബ് കുല്ലിയും പഠിക്കാൻ മറ്റതൊക്കെ ഞാനതിനിടയിലൊന്നും ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ആണെന്നത് സാലിബ് കുല്ലിൻ്റെ വിഷയം. എല്ലാവരും ചർച്ച ചെയ്ത വിഷയമാണ്. ഒരൊറ്റ വാക്ക് അവർക്ക് വേണ്ടി ഞാൻ പറയാം. സാലിബ് കുല്ലി എന്ന് മാത്രമല്ല, ഈ ഖദിയ ഏതൊരു ഖദിയയിലും അവർക്ക് ബോധ്യപ്പെടാനാണ് ഞാൻ പറയുന്നത്. ഏതൊരു ഖദിയയിലും ജിഹത്ത് എന്തായാലും ഉണ്ടാവും. ജിഹത്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ജിഹത്തില്ലാത്തൊരു ഖദിയ ലോകത്തില്ല. അതെല്ലാവർക്കും അറിയാം. ജിഹത്ത് പറഞ്ഞാൽ ഖദിയയെക്കുറിച്ച് മുവജ്ജഹ എന്ന് പറയും. ഇല്ലെങ്കിലും ജിഹത്ത് മുഅ്തബറല്ലാത്തൊരു ഖദിയ ലോകത്തില്ല. ഏതാണ് നിങ്ങളുടെ ഖദിയയിലെ ജിഹത്ത്? ലറൂറിയയാണെന്ന് നിങ്ങൾ പറയേണ്ടി വരും. ലറൂറിയ മുത്തലക്കയാണെങ്കിൽ ഒരു മുംകിനെ കൊണ്ടുവന്നാൽ അത് പൊളിയുമെന്നതും നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് സാലിബ കുല്ലിയിൽ ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കുകയാണെങ്കിൽ എന്ന നിലക്കാണ് ഞാൻ അതും പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ എങ്ങനെയെന്ന് ഒച്ചയും വിളിയും നയാട്ടൊക്കെ ഉണ്ടാക്കിയില്ലേ? ഒരു ലറൂറിയ മുത്തലക്കയല്ലേ ഏറ്റവും ചുരുങ്ങിയ. നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ലറൂറിയ മുത്തലക്ക എന്താ നിങ്ങൾക്ക് അറിയോ? അത് വ്യക്തമായി നിങ്ങളൊന്ന് ചർച്ച നടത്തി. മർക്കസിലുള്ള തിരുകേശം മുത്തുനബിയുടേതല്ല എന്ന നിങ്ങളുടെ വാദം അതൊരു വാദമാണെങ്കിൽ, ഒരു ഖളിയയാണെങ്കിൽ അതിലൊരു ജിഹത്തുണ്ട്. അതേതാണെന്ന് പറയണം. അപ്പോൾ ചർച്ച സമർത്ഥന രംഗത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് സാലിബ് കുല്ലി എന്താണെന്നങ്ങോട്ട് ബോധ്യപ്പെടും. മൂജബ് ജുസി എന്താണെന്നും മനസ്സിലാകും. അപ്പം ഇത് എല്ലാം ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. അതൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വിഷയത്തിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായ ഒരു കാര്യം ബോധ്യപ്പെടുകയും ആഖിറത്തിന് വേണ്ടി തിരിച്ചു വരാൻ കഴിയുകയും ചെയ്യും. മർക്കസിലുള്ള തിരുശേഷിപ്പ് ആദരിക്കാനും ബഹുമാനിക്കാനും ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ മാസത്തിൽ നടക്കുന്ന അവിടെ എല്ലാ ആളുകൾക്കും കാണാൻ പറ്റിയ വ്യക്തമായ രൂപത്തിൽ അത് പ്രദർശനമുണ്ട്. അള്ളാഹു അതിൽ ചെല്ലാനും കൂടാനും ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ അവിടെ നാളെ ഒരുമിച്ച് കൂടാനും അള്ളാഹു ഇത്തരം സദസ്സുകളും ചർച്ചകളൊക്കെ കാരണമാക്കട്ടെ. അള്ളാഹു നമ്മളിൽ ഇതൊക്കെ കബൂൽ ചെയ്യട്ടെ. ഉസ്താദുമാർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. പ്രത്യേകിച്ച് എൻ്റെ ഈ വിഷയത്തിൽ എല്ലാ സമയത്തും എൻ്റെ ഉപദേശങ്ങളും കാര്യങ്ങളും ചെയ്യുന്ന പി ഉസ്താദും പേരോട് ഉസ്താദും ഉസ്താദുമാർ പൊന്മള ഉസ്താദ് എല്ലാ ഉസ്താദുമാർ അള്ളാഹു ഉസ്താദുമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. കൂട്ടത്തിൽ പകര ഉസ്താദ് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കൂട്ടത്തിൽ ചില പരാമർശങ്ങളൊക്കെ ആരൊക്കെയോ അതിനിടയിൽ പറഞ്ഞു നോക്കി. അതൊക്കെ ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഏതെങ്കിലും ഒരു കോണിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളെപ്പോലത്തെ ശിഷ്യന്മാരിൽ ലോകത്ത് പലയിടത്തുമുണ്ടെന്ന ബോധമുണ്ടായിരിക്കുന്നത് നല്ലതാ. അവർക്കൊക്കെ കയറി വരാനും എന്ത് വേണമെങ്കിലും ഗ്രന്ഥം നിരത്തി വെച്ച് കേസറ്റുകളാണെങ്കിൽ അതിട്ട് ഓരോന്നും ചർച്ച ചെയ്യാൻ ഞങ്ങൾ കുട്ടികൾ ഇവിടെ ഒരുക്കമാ. പള്ളിക്കാട്ടിക്ക് വെല്ലു വിളിച്ച മാതിരി ഒച്ചയും വിളിനായിട്ടുണ്ടാക്കിയിട്ട് കാര്യമില്ല. പ്രതികരിക്കാൻ ആരുണ്ടാവില്ല. ഞങ്ങളെ മുഖത്ത് പോക്കി വിളിക്കി, ഞങ്ങളടുത്തേക്ക് വാ. ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. റൂമിൽ ഒറ്റക്ക് വന്ന് നിങ്ങൾ ഇങ്ങോട്ട് അതല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചർച്ചക്ക് റെഡിയാണ്. ഉസ്താദുമാരെ കുറിച്ച് ഒന്നും അറിയാതെ എന്തെങ്കിലും പറഞ്ഞ ആഖിറം നഷ്ടപ്പെടുത്തരുത്. പടച്ച റബ്ബേ ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു അത്തരം ഉലമാക്കളുടെ തണൽ ഞങ്ങൾക്ക് നീ ഏറ്റിത്തരണേ അല്ലാഹ്. അതും കൂട്ടത്തിൽ കൂട്ടിച്ചേർത്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.